അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്, അതും ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ ഞായറാഴ്ച ഇത്തിരി പണിയുണ്ട്, നേരം വൈകിട്ട് എഴുന്നേറ്റ കാരണം ഞാൻ ചാക്സലിൽ രാവിലെയാണ് ചോറ് വയ്ക്കണേ കേട്ടോ. അപ്പോൾ ചാക്സലിൽ ഒരു 3 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചോറ് നമുക്ക് കഴിക്കാറാകുമ്പോഴേക്കും സെറ്റായി കിട്ടും. അപ്പം ഞാൻ വേഗം തന്നെ ഇതെല്ലാം തിളപ്പിച്ച് വെള്ളമെല്ലാം തിളപ്പിച്ച് അരി ഇടാനുള്ള പരിപാടിക്ക് അരിയൊക്കെ കഴുകി സെറ്റ് ചെയ്ത് വെച്ചേക്കാട്ടോ. പിന്നെ ഇന്ന് നമുക്ക് ചിക്കൻ ശരിയാക്കാണ്ടായിരുന്നു. അപ്പം ഇന്നൊരു വേറെ വെറൈറ്റി വെപ്പ് വയ്ക്കാനായിട്ട് കുക്കറിലാണ് ഞാൻ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മുളക് പൊടി ഇല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തു. പിന്നെ കുറച്ച് വറക്കാനായിട്ടൊന്ന് തൈര് ഒഴിച്ച് ഒന്ന് കുഴച്ചൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചിക്കനൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ആ ഗ്യാപ്പിൽ ഞാൻ പോയി തുണികളൊക്കെ ഒന്ന് അലക്കിയിട്ടു. അപ്പോഴേക്കും നമ്മുടെ കുക്കറിലിരിക്കണ ചിക്കനൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്, നെയ്യെല്ലാം ഊർന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പോഴേക്കും ഇതെല്ലാം മസാല പുരട്ടി വെച്ചു. അതിന് ചിക്കൻ വെന്ത കാരണം നമ്മുടെ കുഞ്ഞിന് ഇത്തിരി ഒന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. അവൻ ആദ്യമായിട്ടാണ് ചിക്കനൊക്കെ വേവിച്ചത് ഇപ്പോൾ കൊടുക്കണേ കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് പിന്നെ വെക്കാനുള്ള പരിപാടി തുടങ്ങാൻ വിചാരിച്ചിട്ടാ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നാൽ തന്നെ ആദ്യം അടുക്കള പണി കഴിഞ്ഞ ഒരു ആശ്വാസമല്ലേ വിചാരിച്ചിട്ട് ആ ഗ്യാപ്പിൽ ഞാൻ ഇത്തിരി തുണികളുള്ള കാരണം തുണികൾ അലക്കിടാൻ പോയി. പിന്നെ ഇതിൻ്റെ വെപ്പിൻ്റെ രീതിയൊക്കെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ജീരകവും നാളികേരക്കുത്തൊക്കെ കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം സാധാ തക്കാളി സബോള ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് വഴറ്റിയിട്ട് പൊടികളായ പൊടികളൊക്കെ ഇടുക. എനിക്കൊക്കെ തട്ട് കണക്കാണ്, ഞാനെല്ലാം ഇങ്ങനെ തട്ടിയിട്ടാണ് ഇടുക കേട്ടോ. എനിക്ക് സ്പൂൺ കണക്ക് പറയാനായിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. മുളക് പൊടി പക്ഷെ ഞാൻ എപ്പോൾ ചിക്കൻ വെച്ചാലും കുറവാവാറാണ് പതിവ് കേട്ടോ. അതെന്താണെന്ന് അറിഞ്ഞൂടാ, എത്ര കുടഞ്ഞിട്ടാലും എപ്പോഴും ചിക്കൻ വയ്ക്കുമ്പോൾ കുറവ് എരിവ് ഉണ്ടാവാറുള്ളൂ. അതിവിടെ ഹസ്ബൻഡ് എപ്പോഴും പറയും കുറവാണ്. അപ്പോൾ ഇത്ര അധികം ഇട്ടിട്ടും എരിവ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടെ ഗരം മസാല എടുത്തേക്കുന്നത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ആയിരുന്നു കേട്ടോ. അടിപൊളി മസാലയാണ്, നല്ല മണമാണ് കേട്ടോ. അതിട്ട് കഴിയുമ്പോൾ 10 രൂപ അങ്ങോട്ട് ഉള്ളൊരു പാക്കറ്റിന്. പക്ഷേ അത് കൊടുത്തിട്ട് പ്രത്യേകം മണം. എല്ലാവരും ഇടുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഞാൻ ആ കുക്കറിൽ തന്നെയാണ് വഴറ്റിയേട്ടാ. അപ്പം ഇതാണ് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഗരം മസാല. പിന്നെ ഞാൻ അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞു പോയി, അതുകൊണ്ട് ബാക്കി ചിക്കൻ വെച്ചതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നുമില്ല, പിന്നെ ചിക്കൻ കഴുകി വേവിച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് ഒന്നുകൂടി വഴറ്റിയെടുത്തു. ഈ ഒരു പരിവാക്കി ലാസ്റ്റ് ഞാൻ പെരിഞ്ചീരകവും നമ്മുടെ ഗരം മസാലയൊക്കെ ഇട്ട് ഒന്നുകൂടി സെറ്റ് ചെയ്ത് അടച്ചു വെച്ചു. അപ്പോഴേക്കും ചോറൊക്കെ വെന്തതൊക്കെ വറുത്ത് പപ്പടമൊക്കെ വറുത്ത് വെച്ചു കേട്ടോ. കാരണം ഇത് കഴിക്കാനുള്ളൊരു വെയിറ്റിങ്ങിലാണ് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. കാരണം തേങ്ങാക്കൊത്തൊക്കെ ഇട്ട കാരണം ചിക്കൻ കറിക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കുക്കറിൽ വെക്കുമ്പോൾ എൻ്റെ ചിക്കൻ ഉടഞ്ഞു പോയി ഇത്തിരി നന്നായിട്ടെന്ന്. ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ ഒന്നും ഉടഞ്ഞു പോയില്ല. ഞാൻ രണ്ടാമത് ഡ്രൈ ആക്കി എടുത്തുല്ലോ, ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ച് ഇത്തിരി ഒന്ന് ഗ്രേവി പോലെ ഇല്ലാണ്ട് എന്താ പറയുക നന്നായി ഇതിനൊന്ന് റോസ്റ്റ് ആക്കി എടുത്തപ്പോൾ ഒന്ന് ഉടഞ്ഞു പോയി. പിന്നെ ഞാൻ സർലാസൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് ചിക്കൻ വറുത്ത് എനിക്ക് 2 പീസ് ചിക്കൻ മാത്രം ഞാൻ അപ്പോൾ വറുത്തെടുത്ത് വേഗം ചോറുണ്ട്, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു പപ്പടവും നമ്മുടെ സർലാസും ചിക്കൻ വറുത്തതും ചിക്കൻ വെച്ചതും കൂടി ഒരു ഉരുളെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഇത്രയും നാൾ വെച്ചിട്ട് ഇത്ര ഒരു ടേസ്റ്റ് ഇതുവരെ തോന്നിയിട്ടില്ല. നല്ലൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിങ്ങനെ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ സ്വന്തമായി കുക്ക് ചെയ്ത് ഞാനിങ്ങനെ എന്നെ തന്നെ പൊക്കിക്കൊണ്ടിരിക്കും. അതേപോലെ നമ്മൾ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഈ മൂവിക്ക് എന്ത് വൈബാണെന്നറിയോ? എനിക്ക് ഭയങ്കര വൈബായിരുന്നു ഇന്നലെ പോയി കണ്ടപ്പോൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സൺഡേത്തെ വിശേഷങ്ങൾ.